ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് പറയുമ്പോൾ വൈറ്റ് സോസ് പാസ്തയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്, നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് ഇടാൻ പോവാണ് പാസ്ത. ഗൈസ്, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതിൽ ഉപ്പിട്ടതിന് ശേഷം 1 സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത വെന്തോ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വെള്ളം മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിതൊന്ന് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പാസ്ത ഊറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് നമ്മളൊരു പാനിലായിട്ട് കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി വരുമ്പോഴേക്കും എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ക്യാരറ്റാണ് ഇടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. വെജിറ്റബിൾസ് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലിടേണ്ട മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ഉപ്പ്, മസാല, ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തൊരു പാൻ വെച്ച് കൊടുക്കുക. നമ്മൾ വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് പാൻ തിളച്ചതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കട്ട പിടിക്കാത്ത രീതിയിലൊന്ന് നല്ല വൃത്തിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ്, കുരുമുളക്, ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതിലോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല വൃത്തിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതൊന്ന് തിളച്ച് വന്നു. ഇനി നമുക്ക് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മാക്രോണീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.